വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വജൈനയിൽ ഉണ്ടാകുന്ന 2 തരം ചേഞ്ചസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് യൂട്രസ് പ്രിപ്പയർ ആവുന്നത് പോലെ തന്നെ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടും അതുപോലെ മറ്റുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ വജൈനയും കൂടി പ്രിപ്പയർ ആകുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പല തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ലക്ഷണങ്ങളും മാറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് വജൈനയിൽ ഫീൽ ചെയ്യാറുണ്ട്. ഒട്ടുമിക്ക മാറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ തന്നെ ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ സെർവിക്സ് ഭയങ്കര ആക്റ്റീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സെർവിക്സിനകത്തുകൂടെ മറ്റുള്ള ഇൻഫെക്ഷൻസും ബാക്ടീരിയാസും ഒന്നും കുഞ്ഞിലോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് സെർവിക്സ് ക്ലോസ്ഡ് ആവുകയും കുഞ്ഞിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ശരീരം എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടാറുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാകുന്ന വജൈനൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒരു വ്യത്യാസമാണ് വജൈനയുടെ ആ ഒരു സ്കിന്നിനുണ്ടാവുമല്ലോ. അതായത് നമുക്ക് വജൈന എന്ന് പറയുന്നത് നമ്മുടെ കൃത്യമായിട്ടുള്ള ജനനേന്ദ്രിയം. ആ ഭാഗത്ത് നമുക്ക് കളർ ഉണ്ടാകും. ആ ഒരു കളർ എന്ന് പറയുന്നത് ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള കളറായിരിക്കും. ഈ ലൈറ്റ് പിങ്ക് കളറ് നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും, അതായത് സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും നിങ്ങളുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് കളർ ചേഞ്ച് ഉണ്ടാകുന്നു. ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലോട്ടോ അല്ലെങ്കിൽ പർപ്പിൾ കളറിലോട്ടോ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര കൂടുതലായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഡാർക്ക് റെഡ് ആയിട്ടുള്ള പിങ്കിഷ് ആയിട്ടുള്ള കളറിലോട്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുന്നത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുമ്പോഴാണ്. നോർമലി പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് ആ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മുതൽ തന്നെ എത്രയാണോ നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിരുന്നത് അതിനേക്കാളും ഒരുപാട് പെർസെന്റേജ് നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു വ്യത്യാസം കാണുന്നത് കേട്ടോ. രണ്ടാമതായിട്ടുണ്ടാവുന്ന ലക്ഷണം വജൈനൽ ഡിസ്ചാർജ് ആണ് കേട്ടോ. ഇനി സാധാരണയായിട്ട് നമുക്ക് ഓവുലേഷന്റെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിലാണ്. ഈ ഒരു ടൈം പീരീഡിൽ വെച്ചിട്ടാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രഗ്നൻസി സിംറ്റംസ് കണ്ടു തുടങ്ങുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് ഒക്കെ എപ്പോഴാണ് അപ്പോൾ ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ട്. 6th ഡേ മുതൽ നമ്മുടെ ആ ഒരു എൻഡോമെട്രിയം ക്യാവിറ്റിയിൽ വന്നിട്ട് ഇത് അറ്റാച്ച് ആകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതിന് മുൻപുള്ള സമയങ്ങളിലൊക്കെ തന്നെയും ഈ ഒരു പ്രോസസ്സ് അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ പുഷ് ചെയ്യാതെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ ഈ ഒരു സമയത്ത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് വഹിക്കുന്നത്. സാധാരണയായിട്ട് നമുക്ക് ഈസ്ട്രോജൻ ഹോർമോൺ വേണ്ടത് നമ്മുടെ ഓവുലേഷൻ ഫേസിലും അതിനുശേഷം നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് ലൂട്ടിയൽ ഫേസിൽ വേണ്ടത്. ഈ ഒരു രീതിക്കാണ് എപ്പോഴും പോകുന്നത്. പ്രൊജസ്ട്രോണിന്റെ ഒരു ഹൈക്ക് ശരീരത്തിൽ ഉണ്ടാവുമെങ്കിലും ചെറിയൊരു രീതിക്ക് തന്നെ ഈസ്ട്രോജന്റെ ഒരു ഇൻക്രീസും കൂടിയും ശരീരത്തിൽ ഒരു മിഡ് ലൂട്ടിയൽ ഫേസിൽ നമുക്ക് ഉണ്ടാകും. അതായത് ലൂട്ടിയൽ ഫേസിന്റെ മിഡ് പോർഷനിൽ വെച്ചിട്ട് എപ്പോഴും ഡൊമിനൻസ് ഉണ്ടാകുന്നത് പ്രൊജസ്ട്രോണിനാണ്. പക്ഷേ ഈസ്ട്രോജനും കൂടി ഉണ്ടാകുമ്പോഴാണ് എൻഡോമെട്രിയൽ ലൈനിങ് സപ്പോർട്ട് ചെയ്യുന്നതിനും സെർവിക്സ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല ഫലോപ്പിയൻ ട്യൂബ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിനും അത് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്നതിനും എൻഡോമെട്രിയം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഈ ഒരു ഈസ്ട്രോജനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈസ്ട്രോജൻ ഹോർമോൺ ശരീരത്തിൽ കൂടി കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു ലക്ഷണമാണ് ഈ ഇതുപോലെയുള്ള വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഒരു മിഡ് ലൂട്ടിയൽ ഫേസിലായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് ഡിസ്ചാർജ് നമുക്ക് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു മിഡ് ലൂട്ടിയൽ ഫേസിൽ വെച്ച് ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടാകുന്നു. അത് ചിലപ്പോൾ ഈസ്ട്രോജന്റെ ഹൈക്ക് മൂലമോ പ്രൊജസ്ട്രോണിന്റെ ഇൻക്രീസ് മൂലമോ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിലും ഗ്രാജുവലി ഇതേപോലെ തന്നെ നമുക്ക് ഡിസ്ചാർജ് പോകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടേതാകാനായിട്ടും കൂടി ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഈ എല്ലാ സൈക്കിളിലും മിഡ് ലൂട്ടിയൽ ഫേസിൽ വെച്ചിട്ട് പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും ഇൻക്രീസ് ആവുന്നതോടൊപ്പം തന്നെ ആ ഒരു മൊമെന്റിൽ വെച്ചിട്ട് നമുക്ക് പ്രഗ്നൻസി സക്സൈഡ് ആയിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്കും എൻഡോമെട്രിയത്തിനെ തിക്കായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ആ പ്രഗ്നൻസി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കുന്നതും സെർവിക്സിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ ഈ 2 ഹോർമോൺസ് ആണ്. അതുകൊണ്ട് അതിന്റെ രണ്ടിന്റെയും ഹൈക്ക് കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ പിന്നീടും വജൈനൽ
ഡിസ്ചാർജ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മിഡ് ലൂട്ടിയൽ ഫേസിൽ വരുന്ന ഒരു ഡിസ്ചാർജ്, അതായത് ഓവുലേഷന്റെ 7th ഡേ ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു ഡിസ്ചാർജ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടോ എന്നാണ് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടെ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് പ്രഗ്നൻസി അല്ല പീരിയഡ്സ് ആണ് വരുന്നതെങ്കിൽ ഒരു പകുതി ഒരു പോർഷനിൽ വെച്ചിട്ട് ഈ ഡിസ്ചാർജ് സ്റ്റോപ്പ് ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഡിസ്ചാർജ് എന്ന് പറയുമ്പോഴേക്കും ഓവുലേഷൻ സമയത്ത് പ്രൊജസ്ട്രോണിന്റെ ഒരു ഹൈക്ക്, ഈസ്ട്രജന്റെ ഒരു ഹൈക്ക് മൂലം മിഡ് ലൂട്ടിയൽ ഫേസിൽ നമുക്ക് ഉണ്ടാകുന്ന ഡിസ്ചാർജ് ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. അതായത് ഇത് നമുക്ക് ഓഡർലെസ് ആയിട്ടുള്ള, അതായത് മണമൊന്നും ഒരുപാട് നമ്മൾ മൂക്കിലോട്ട് എടുത്ത് മണപ്പിച്ചാൽ മാത്രം ചിലപ്പോൾ നമുക്കൊരു മണം തോന്നും. അതല്ലാതെ സ്മെല്ലൊന്നും ഇല്ലാത്ത മിൽക്കി വൈറ്റോ തിന്നോ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഇത് ചിലപ്പോൾ മിൽക്കി വൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലിയർ ആയിരിക്കും. ഞാനിവിടെ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ഇമേജ് പോലെ ക്ലിയർ ആയിട്ടുള്ള തിന്നായിട്ടുള്ള, അതായത് ഒരുപാട് കട്ടിയല്ല, നമുക്ക് എന്താ പറയുക, അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രാൻസ്പെറന്റ്, ഒരുപാട് ട്രാൻസ്പെറന്റ് അല്ല എന്നാൽ ട്രാൻസ്പെറന്റും ആണ്. ആ ഒരു ടൈപ്പ് ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ഈ ഒരു ടൈമിൽ കൂടുതലായിട്ടും ഫേസ് ചെയ്യുന്നത് കേട്ടോ. അത് ചിലപ്പോൾ എഗ് വൈറ്റ് ടെക്സ്ചർ പോലെ ക്ലിയർ ആയിരിക്കും, അതല്ലെങ്കിൽ മിൽക്കി വൈറ്റ് ടെക്സ്ചർ ആയിട്ടുള്ള രീതിക്കായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഈ ഒരു റീസൺ എന്ന് പറയുന്നത് ഈസ്ട്രോജന്റെ ഹൈക്ക് മൂലമാണെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് ആ ഒരു സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതുമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാകാനായിട്ടുള്ള ഒരു ചാൻസ് കേട്ടോ. അങ്ങനെ ഒരു രീതിക്ക് നമുക്ക് ഡിസ്ചാർജ് പോയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ ചുറ്റിപ്പറ്റി മറ്റുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഒരു 90% വരെ നമുക്കിത് പ്രഗ്നൻസി ആയിട്ട് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങാനായിട്ടുള്ള ഒരു ടൈമാണ് നമ്മുടെ ഈ മിഡ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ടൈമിൽ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടാകും. ഇത് സക്സസ്ഫുൾ ആകുന്നതിനനുസരിച്ചിട്ട് ശരീരത്തിൽ HCGയുടെ ലെവൽ കൂടും. അതുപോലെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഹൈക്ക് ഒന്നും കൂടി നമ്മുടെ ശരീരത്തിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ ഉണ്ടാകും. അതിനെ ചുറ്റിപ്പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് വൊമിറ്റ് ചെയ്യാനായിട്ട് തോന്നുക, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഹാർട്ട് ബേൺ ഉണ്ടാവുക, തളർച്ചയും ക്ഷീണവും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരിക, ഉറക്കം കൂടുതൽ നമുക്ക് ഉണ്ടാവുക, ചില സമയങ്ങളിൽ രാത്രി ഒട്ടും തന്നെ ഉറക്കം ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുക. ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് വേണ്ടത്. ഇതുപോലുള്ള ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് പോലുള്ളവ റെക്കറന്റ് ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരുപാട് നനവ് ഫീൽ ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ചൊറിച്ചിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് ചൊറിച്ചിലും അതുപോലെ ഈസ്റ്റ് ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഡിസ്ചാർജ് പോകുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകൂടി ഇന്റിമേറ്റ് ഹൈജീൻ നന്നായിട്ട് കൊണ്ടുപോവുക. ഒരു ദിവസം 2 തവണയെങ്കിലും നമ്മൾ ആ ഒരു അണ്ടർ ഗാർമെന്റ്സ് മാറാനായിട്ട് ശ്രദ്ധിക്കുക. ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് അവിടെ വാഷ് ചെയ്യുക. ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള സോപ്പൊന്നും ഇട്ട്, അതായത് ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള സോപ്പൊന്നും ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ടാപ്പ് വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മതി. ചൊറിച്ചിൽ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നേരിയ ഒരു ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അസ്വസ്ഥതകളും ചൊറിച്ചിലൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഇന്റിമേറ്റ് ഹൈജീന്റെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുക. ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ല എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ. ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ മാത്രമാണോ പ്രഗ്നന്റ് ആവുക എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ലെവല് നമ്മുടെ ലൂട്ടിയൽ ഫേസിൽ എന്തായാലും കൂടും എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഇതുപോലെ ഡിസ്ചാർജ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലവർക്ക് ഈ ഒരു ടൈപ്പ് വ്യത്യാസം ഉണ്ടാകുന്നത് ചിലപ്പോൾ വജൈനൽ ഡ്രൈനസിലൂടെ ആയിരിക്കും. അതായത് യാതൊരു തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് ഉണ്ടാവില്ല. ഇനി ഡിസ്ചാർജ് പോകുന്നുണ്ടെങ്കിൽ തന്നെ ക്വാണ്ടിറ്റി ഭയങ്കര ലെസ് ആയിരിക്കും. ചിലവർക്ക് പ്രഗ്നൻസി സിംറ്റംസ് ഒന്നും, ഞാനിപ്പോൾ പറഞ്ഞത് കൺഫേം ചെയ്യാൻ പറ്റുന്നത് പോലുള്ള പ്രഗ്നൻസി സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രഗ്നൻസി പ്രതീക്ഷിക്കേണ്ട എന്നാണോ വിചാരിക്കുന്നതെങ്കിൽ ഒട്ടുമല്ല. അങ്ങനെയുള്ള ആളുകൾക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് ഡിഫറെന്റ് ആയതുകൊണ്ട് ചിലവർക്ക് ചില സിറ്റുവേഷനിൽ വജൈനൽ ഡ്രൈനസ് ആയിരിക്കും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അതായത് ചില ആളുകൾക്ക് ഉണ്ടാവുന്നതാണ് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഡിസ്ചാർജ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഓവുലേഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതേ സെയിം രീതി തന്നെയാണ് ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്നത്. പ്രഗ്നൻസിയുടെ എല്ലാ മാറ്റങ്ങളും ശരീരത്തിൽ ഉണ്ടാകും, പക്ഷേ പ്രഗ്നൻസി ഡിസ്ചാർജ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു ലക്ഷണം ഇല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ആകില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇരിക്കരുത് കേട്ടോ. ചില ആളുകൾക്ക് ഈ ഡിസ്ചാർജ് പോകുന്നതിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. ചില ആളുകൾക്ക് ഒട്ടും തന്നെ ഡിസ്ചാർജ് ഉണ്ടാവില്ല, പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അതാണ് കേട്ടോ കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചത്.
ഈ ഒരു ലൂട്ടിയൽ ഫേസിന്റെ സമയത്ത് കൂടി കടന്നു പോകുമ്പോഴും നിങ്ങൾ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ബോഡിക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴും വെള്ളം ധാരാളം കുടിക്കുമ്പോഴും അതുപോലെ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുമ്പോഴുമാണ്. ഈ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ രക്തയോട്ടം നന്നായിട്ട് വർദ്ധിക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് വന്നു കഴിഞ്ഞ് എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എംബ്രിയോയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും അത് സഹായിക്കും. ഒരുപാട് ആളുകൾക്ക് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എംബ്രിയോയിലോട്ടുള്ള രക്തയോട്ടം പല കേസിലും ആ ഒരു പ്രഷർ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് പോകാത്തത് കൊണ്ട് പ്രഗ്നൻസി നഷ്ടമായി പോകുന്നുണ്ട്. ഒരു പ്രഷറിന്റെ കാര്യത്തിൽ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുമ്പോഴാണ് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം നട്ട്സ് കഴിക്കാവുന്നതാണ്. ഒപ്പം ഫെർട്ടിലിറ്റി എക്സസൈസും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.